നേരത്തെയും പറയുന്നൊരു കാര്യമായിരുന്നു. നമുക്കിത് വളരെ അസാധാരണമായ ഇതുവരെ പരിചയമില്ലാത്തൊരു സാഹചര്യമാണ്. വലിയ മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പേടിക്കേണ്ടുന്ന തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? നമസ്കാരം. അതായത് നമുക്കിപ്പോ ഈ 645 കണ്ടെയ്നറോളം കപ്പാസിറ്റിയുള്ള ഈ കപ്പലിൽ 40 കണ്ടെയ്നറാണ് ഇപ്പൊ ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതില് ഈ അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് അനുസരിച്ച് ഏതാണ്ട് 13 കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഇന്ധനം ഉണ്ടെന്ന് പറയുന്നു. ഇന്ധനമല്ല, അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് സ്റ്റീല് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ഗ്യാസാണ്. ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ്. ആ ഒരു സാധനം മാത്രമാണ് ഇതിനകത്ത് അല്പം അപകടകാരിയായിട്ടുള്ള ഒരു സാധനം. അപ്പൊ അത് ഒരു പക്ഷേ ഈ വെള്ളത്തിൽ കലരുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകാൻ കഴിയുന്ന ഒരു അപകടമുണ്ട്. ഇത് അൺകൺഫേംഡ് ആണ്. നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഗാർഡോ മറ്റുള്ളവരോ ഒക്കെ ഷെയർ ചെയ്യുന്ന ന്യൂസ് അല്ലാതെ വളരെ വ്യക്തമായിട്ട് ഇതിന്നതാണെന്ന് പറയത്തക്ക ഒരു അവസരമല്ലിത്. പിന്നെ ബാക്കിയുള്ള കണ്ടെയ്നേഴ്സ് 604ഓളം കണ്ടെയ്നറുമായിട്ടാണ് കപ്പൽ മുങ്ങി. കപ്പലിന്റെ അടിത്തട്ടിലാണ്. അത് ജനറൽ കാർഗോ എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, തുറമുഖ വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ബേസിക്കായിട്ട് നമ്മുടെ തീരസുരക്ഷയും തീരദേശത്തിന്റെ പരിസ്ഥിതിക്ക് ഉണ്ടാകാവുന്ന ആഘാതവും മനുഷ്യന് ഉണ്ടാകാവുന്ന മറ്റ് അപകടങ്ങളും പിന്നെ മത്സ്യസമ്പത്തും മറ്റ് ഫോണയ്ക്ക് ഉണ്ടാകാവുന്ന അപകടങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കൺസേൺ. അപ്പൊ അതിനിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഫ്ലോട്ട് ചെയ്ത് വരുന്ന കണ്ടെയ്നറുകൾ അതിന്റെ അപകട നില എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് വളരെ കൃത്യതയോടുകൂടി കരയ്ക്ക് അടുപ്പിച്ച് ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടി യുക്തമായ സ്ഥലങ്ങളിൽ, തുറമുഖങ്ങൾ ഉൾപ്പെടെ യുക്തമായ സ്ഥലങ്ങളിൽ അത് അടുപ്പിച്ച് കണ്ടെയ്നർ അടുക്കി. പക്ഷെ അത് അങ്ങനെ അടുക്കത്തക്ക ഒരു സ്റ്റേജൊന്നും അല്ല. കാര്യം അടിച്ചത് മൊത്തം പൊളിഞ്ഞ് അത്യാവശ്യം ലീക്കായി വരുന്ന കണ്ടെയ്നറുകളാണ്. എങ്കിൽ പോലും അവനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കുള്ള ദൗത്യം കോസ്റ്റൽ സുരക്ഷ, അതേപോലെ പരിസ്ഥിതി സുരക്ഷ തുടങ്ങിയത് മുന്നിൽ നിർത്തി ഗവൺമെന്റ് ഇതിനു വേണ്ടുന്ന നടപടികൾ എടുക്കും. നേരത്തെ ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ രഘു സൂചിപ്പിച്ച ഒരു കാര്യം, അവിടെ തീരത്തടിഞ്ഞിരിക്കുന്ന ഒരു ബൾഗേറിയൻ കമ്പനിയുടെ കണ്ടെയ്നറാണ്. അവർ വെബ്സൈറ്റിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അവരൊരു കണ്ടെയ്നർ നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഈ നഷ്ടപ്പെട്ടു പോയ അതാത് കമ്പനികൾ അവരൊക്കെ വേഗത്തിൽ ഈ വിവരങ്ങളൊന്ന് അല്ലേ അധികൃതരെ അറിയിക്കുക, അല്ലെങ്കിൽ അത് മാധ്യമങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്താൽ ആളുകളുടെ ഒരു ആശങ്ക കുറഞ്ഞേനെ. നമുക്ക് താമസിയാതെ തന്നെ അത്തരം വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന കണ്ടെയ്നറുടെ നഷ്ടമോ കണ്ടെയ്നറുടെ അതിലുണ്ടാകാവുന്ന മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു തലവേദനയല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര വാണിജ്യത്തിൽ പോകുന്ന ഒരു കപ്പൽ മുങ്ങിയാൽ നമ്മുടെ തീരദേശത്തിലെ ജനങ്ങൾക്കും തീരദേശത്തിനും ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതത്തിനപ്പുറം, ജീവന് ഉള്ള അപകടത്തിനപ്പുറം, മത്സ്യസമ്പത്തിനുണ്ടാകുന്ന ഇതിനപ്പുറം ഇതിനകത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്റർനാഷണൽ ഇൻഷുറൻസ് ഉള്ളതാണ്. നിങ്ങൾക്കറിയാം, ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസ്, കപ്പൽ മുങ്ങിയവന് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് വേഗത്തിൽ അറിഞ്ഞാൽ അതറിയേണ്ടത് സ്വാഭാവികമായിട്ടും ഈ അതാത് കണ്ടെയ്നേഴ്സിന്റെ ഡെസ്പാച്ച് ചെയ്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർക്കറിയാം ഇതെന്താണെന്ന്. അവർ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുന്ന മുറയ്ക്ക് നമുക്കറിയാനൊക്കെ. നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാനുള്ള നീക്കങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടത്തുന്നുണ്ടാവും. എല്ലാ ഏജൻസികളുമായിട്ടും ഗവൺമെന്റിന്റെ ഇതര ഏജൻസികളും ബന്ധപ്പെടുന്നുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ അതിന്റെ നടപടി എടുക്കുക. അതിന് എത്ര രൂപ ചെലവായാൽ പോലും ആ നടപടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കംപ്ലീറ്റ് ഇൻഷുർഡ് ആയതുകൊണ്ട് ഇതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വാണിജ്യ സാധ്യത എന്നതിനപ്പുറത്ത് സാധാരണഗതിയില്ല. ഇന്നിപ്പോ വന്നിരിക്കുന്ന കണ്ടെയ്നറുകളെ പലതിനെയും കെട്ടിവലിച്ച് കൊണ്ടുവരുന്നത് തീരപ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? അപകടകരമായ കണ്ടെയ്നറുകൾ അവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ എന്താണ് എന്നറിയില്ല. ആ രീതിയിൽ വളരെ അമേച്ചറായ ഒരു രീതിയിലാണോ ഇതിപ്പോ മുന്നോട്ട് പോകുന്നത്? ഇതിന് പ്രൊഫഷണൽ, ഇത് ഒരു കണ്ടെയ്നർ നമ്മള് വെള്ളത്തിൽ വീണ് പൊട്ടി ലീക്കായി കഴിഞ്ഞാൽ ഇതിനെന്ത് പ്രൊഫഷണൽ രീതിയാണ് അത് ഉദ്ദേശിക്കുക? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു പ്രൊഫഷണൽ രീതി ഇവരെ ജനങ്ങളെ അതിന് ഉപയോഗിക്കാമോ എന്നാണ്. അതെ, അതിനാണ് ഗവൺമെന്റ് വളരെ വ്യക്തമായി ജനങ്ങൾ ഇത് ഈ കണ്ടെയ്നർ അടുത്തേക്ക് ചെല്ലരുത്, 200 മീറ്റർ ദൂരം പാലിക്കണം, അവിടെ എല്ലാം തീരദേശത്തിൽ ഇത് അടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം ഗവൺമെന്റ് വളരെ ശക്തമായ മുൻകരുതൽ എടുത്തുകൊണ്ട് ജനങ്ങളെ അതിനകത്ത് അടുപ്പിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ ജനസുരക്ഷയും മറ്റ് തീരസുരക്ഷയും പ്രാധാന്യച്ച് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്.
ഇതിനിടയ്ക്ക് ഈ ഇൻഫർമേഷൻ യഥാർത്ഥത്തിൽ ഈ കണ്ടെയ്നർ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് ഇനി കിട്ടിയാൽ തന്നെ ഈ സാധനം കരയ്ക്കടക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് പൊട്ടി തകർന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഏത് രീതിയിൽ കണ്ടെയ്നർ ഫുൾ പിന്നെ ഈ ലോഡോട് കൂടി അപകടകരമായ വസ്തുവാണെങ്കിൽ പോലും ആ ഫുൾ ലോഡോട് കൂടി എത്തുമെന്ന് നമുക്കറിയില്ല. അത് എത്രത്തോളം വൃത്തിയായിട്ട് അത് ലാഷ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കിയിൽ അത് അടുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതിലേക്ക് ആസ്പദമാക്കിയിരിക്കും അത് ഈ മുങ്ങിക്കിടക്കുന്ന കപ്പലിൽ തന്നെ പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി. അല്ല, ജനങ്ങൾ ഈ കെട്ടിവലിക്കുന്നതിന്റെ ഭാഗമാകുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്, അങ്ങനെ ചെയ്യാമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്ക, നിങ്ങൾ ചോദിച്ച ആശങ്കയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനം എടുത്തുകൊണ്ട് വരുന്നതിന് ഇന്റർനാഷണൽ ആയിട്ട് എന്താ ചെയ്യാനുള്ളത്, എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ? അത് എത്രയും പെട്ടെന്ന് അതിന്റെ അപകട നില മനസ്സിലാക്കി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് അത് അടുപ്പിക്കുക. കടലിൽ എണ്ണ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഇന്ധന ചോർച്ച ഉണ്ടായാൽ അത് റിമൂവ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ വിവിധ തരം ഏജൻസികൾക്കുണ്ട്. അത് പിന്നെ ഈ കപ്പൽ മുക്കിയെടുക്കണോ അതിന് ഏജൻസികളുണ്ട്. അതുപോലെ കണ്ടെയ്നർ ആ കപ്പലിനകത്തിരിക്കുന്ന ഒരു പക്ഷേ മറൈൻ ഗ്യാസ് ഓയിൽ കൊണ്ട് അത് ലീക്കായി അപകടം ഉണ്ടാക്കിയാൽ അത് ഒഴിവാക്കാൻ വേണ്ടി അതിൽ നിന്ന് തന്നെ കടലിനടിയിൽ പോയി ഈ ഗ്യാസ് സക്ക് ചെയ്ത് ബാർജിലെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ലോകത്തുണ്ട്. അതൊക്കെ ചെയ്യേണ്ടത് ആ കപ്പലിന്റെ ഉടമസ്ഥനായിട്ടുള്ള എന്താ പറയാ MSC എന്ന് പറയുന്ന കമ്പനിയാണ്. അതൊക്കെ ആ പറയുന്ന കമ്പനികൾ അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് അവർക്ക് എത്ര കോടി രൂപ അതിന് ചെലവായാലും അതെല്ലാം ഇൻഷുറൻസ് കവേർഡ് ആണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പോലും ഇൻഷുറൻസ് കവർ ഉണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡംനിറ്റി എന്ന് പറയുന്ന ഒരു PI ഇന്റർനാഷണൽ ഇൻഷുറൻസ് ആണ്. അതിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ സഹിതം ക്ലെയിം കവറേജ് ആണ്. അതുകൊണ്ട് എത്ര കോടി രൂപ ചെലവാക്കിയാലും ഇറ്റ് ഈസ് their duty to see that all the necessary steps have been taken to protect the എൻവയോൺമെന്റ് ആൻഡ് അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിവാക്കണം. അത് അവർ ചെയ്യണം, അവരുടെ ജോലിയാണ്. പക്ഷെ നമ്മളെ ഗവൺമെന്റിനെയും തുറമുഖ വകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാധവ് പറഞ്ഞതുപോലെ കരക്കുള്ള ജനങ്ങളുടെ സുരക്ഷ, അതേപോലെ നമ്മുടെ തീരദേശത്ത് വന്നാൽ ഉണ്ടാകാവുന്ന പരിസ്ഥിതി, അതിന് വേണ്ടുന്ന മുൻകരുതലുകളെല്ലാം ഗവൺമെന്റ് വിവിധ ഏജൻസികൾ വഴി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാധ്യമായതെല്ലാം.